നമ്മളവിടെ ആചരണേ എത്ര നേരം ഇച്ചൊന്നിട്ട് പന്നങ്ങായി ഇപ്പത്തെ ബൈച്ചിട്ട് ഇവിടെ നിക്കാൻ വയ്ക്ക. നേരം വലിച്ചമ്മ കൂടി കുടിന്ന് ഇറങ്ങിയതാ. ഒരു ചായന്റെ വെള്ളം കൂടെ കുടിച്ചിട്ടില്ലാന്ന്. ആ ബാഗ് വാ. ആ അത് ശരി. വണ്ടിക്ക് എന്താ പറ്റിയ? ആ ശരി എന്നാ ബാഗ് വാ, നമ്മളിവിടെ കാണാം. ആ ശരി. ബാഗ് അങ്ങോട്ട് വന്നേ നേരത്തെ അന്നെ കാത്തുണ്ട്. ബൽച്ചാമ്പ തുടങ്ങിയത് നമ്മൾ ഈ കാത്തുക്കല്. ആചാര്യ നമ്മളത്തിന്റെ മാപ്പ് ഉണ്ട് നിങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് നോക്കണം ആചാരേ. 1000 സ്ക്വയർ ഫീറ്റിന്റെ മോഡലുണ്ടല്ലേ? ഇത് മാറ്റം വരല്ലോ? ഒരു മാറ്റമൊന്നുമില്ല. മൊത്തം വീടിന്റെ പണി തീർത്തു തരണം. അധികം വൈകാതെ 3 മാസത്തിന്റെ ഉള്ളിൽ പരമാവധി. അതില്ല അതില്ല എന്നും പറഞ്ഞിട്ട് നമ്മൾക്ക് ഒരു പരാതി ഉണ്ടാവരുത്. കംപ്ലീറ്റ് വീട് താക്കോൽ അങ്ങോട്ട് തരണം, താമസിയാം. ആ ചക്കരേ ഗൾഫിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. അന്നെ ഏർപ്പാടാക്കാൻ പറഞ്ഞോണ്ടാ. ആ അല്ലെങ്കിൽ നമ്മള് വേറെ ആൾക്കാരെ നോക്കായിരുന്നു. എന്താ പറഞ്ഞു? ഞാൻ വേറെ കാര്യം പറഞ്ഞ പണിയൊക്കെ തീർത്തരാം. പക്ഷെ പൈസ നിങ്ങൾ തരണം. കാരണം ഗഡു പലയിടത്തും സംഭവിക്കാൻ എന്താ അറിയോ? ഇജ്ജ് പണിയെടുത്തോ പറയും, പക്ഷെ പൈസ കിട്ടൂല. ആനക്കെന്താ നമ്മളെ വിശ്വാസില്ലേ? ഈ പണി മാത്രമല്ല, നമ്മുടെ 4 ചക്കന്മാരുണ്ട്. ഇനി 4 കൂടെ കയറ്റാണ്ട് വേറെ. പിന്നെ നമ്മളെ സൈനമല്ലേ, ഓൾക്കൊരു വീടുണ്ട്. അത് ഇതിനേക്കാൾ വലിയ ബംഗ്ലാവാ. ഒക്കെ അനക്കാട് തരും. ഇതങ്ങോട്ട് മട്ടുക്കും ജയിലിക്കൊക്കെ ഇങ്ങോട്ട് ചെയ്ത് തന്ന നിങ്ങൾ പറഞ്ഞപ്പോ ചാവി തരണം. നിങ്ങളൊന്നും അറിയണ്ട. പക്ഷെ ഞാൻ ചോദിക്കണതല്ല ഇതിന്റെ നിലമ്പണി എന്താണ്, പ്ലംബിംഗ് എന്താണ്, എന്തൊക്കെയത് ഇടപാടുകൾ എന്ന് പറഞ്ഞു നിങ്ങൾ ഉദ്ദേശിക്കാറില്ലല്ലോ. നമ്മൾ പറച്ചിലോട് ശരിയാക്കണം. വെള്ളം വരണം, കക്കൂസിലൊക്കെ ടൈല് വേണം, വൈക്കത്ത ബൈക്ക് വീഴരുത്, അങ്ങനത്തെ ടൈല് വേണം. അതൊക്കെ ഭാഗാൻ പോകുമ്പോ ഗ്രാനൈറ്റ് സംഭവത്തിൽ അതൊക്കെ നമ്മുടെ ആളുണ്ട്. അവിടേക്ക് നമ്മൾ കൊണ്ടുപോകാം. നമ്മൾ വരാ കൂടെ. അതൊന്നും കുഴപ്പമില്ല, വിശ്വാസമില്ലാണ്ടാവും. വിശ്വാസമില്ലാണ്ടല്ലേ നമ്മുടെ ആൾക്കാരുടെ അവിടെ വലിയ ഷോറൂം ഒക്കെ ഇട്ടിട്ട് നമ്മളടുത്ത് എത്ര കൂടി പോരാണ്ടാക്കുമ്പോ പറയണം എന്താ വേണ്ടിച്ചാ നമ്മൾ ശരിയാക്കി തരാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞ തറപ്പണി കഴിയുമ്പോ ഒരു ഗഡു തരേണ്ടി വരും. അതൊക്കെ തരാം. പിന്നെ വാർപ്പ് കഴിയുമ്പോ ഒരു ഗഡു തരേണ്ടി വരും. 3-ാം ഗഡു കഴിഞ്ഞാലും ഞാൻ പറയാം. 3-ാം ഗഡു കഴിഞ്ഞപ്പോ തരുമ്പോ എല്ലാ പണി കേട്ടിട്ടുണ്ടാവും. പൈസയുടെ കാര്യത്തിൽ ഇച്ചൊരു ബേജാരും വേണ്ട. കായ നമ്മള് ഒരു മുറുക്കൻ അങ്ങോട്ട് എണ്ണി. അല്ല ഇങ്ങനത്തെ പണിക്കാര് കുറെ ഉണ്ടായിട്ടുണ്ട്. മുതൽ ലാസ്യാനേ രണ്ടര അജയരുടെ ചെക്കേ ഗൾഫിൽ വെറുതെ അല്ല പോയി പണിന് മുറുക്കൻ കായ് വാങ്ങിട്ടാ. ആയിക്കോട്ടെ. നിങ്ങൾ ഈ പറഞ്ഞ പണിയെടുക്കാച്ചാലേ ഇതിന്റെ എല്ലാ പണിയും ഞാൻ ചാവി കൈ തരും. വേറെ ഒന്നും വേണ്ട, എല്ലാം നിങ്ങൾ പറഞ്ഞമാരെ കായ് തരും. ഇതിലെല്ലാ പണിയും 22 ലക്ഷം ഉറുപ്പ് വരും. 2 ലക്ഷം കുറവ് കാണാണ്ട്. ആദ്യം എന്താ പറഞ്ഞത്? നമ്മളിത് കുറെ ആൾക്കാരെ കാണിച്ചകള് മാത്രല്ല അതിന്റെ എമൗണ്ട് ഇത്തിരി കൂടുതലാണ് നമുക്ക്. അതല്ല നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ വരുമ്പോ അത്ര വരുതേ. മറ്റോമാരെ ഇതിനൊക്കെ കുറവാ പറഞ്ഞേക്കണ്. മുസാറ് പണിയാണ് അതെല്ലാരും പറയണത്. അതെ ഇന്റെ പണി കേമാന്ന്. എന്നിട്ട് അവസാനോ ഒന്നിട്ട് ശരിയാവൂല. അപ്പളേ ഇജ്ജ് നമുക്ക് പുറമുള്ള ആളെന്നല്ല നമ്മളെ കുട്ടികൾ പറഞ്ഞേക്കണ്. അതുകൊണ്ട് പറയാ അനക്കെന്നെ പണി നമ്മത് ഒരു 20 ലക്ഷത്തിന് കംപ്ലീറ്റ് ആക്കി തരാം. അത് മട്ടത്തിന് ചെരുക്കൊക്കെ ഒന്ന് പിടിച്ചിട്ട് ശരിയാക്ക്. 21 ഉറച്ചോ? 20 മതി. 20 മതി. ഈ ആചാരം അങ്ങനെ പറയില്ല. 20 അർക്ക് കായ് ഉണ്ടാവും, മോലാവും. അതൊക്കെ തരാം നമ്മള്. പക്ഷെ ഈ കായ് കുറച്ച് പറഞ്ഞിട്ട് പണിയും ഒരു കുറവും വരുത്തരുത്. ടൈലും വേണം, മറ്റേ ഗ്രാനൈറ്റ് അതും വേണം. കക്കൂസിലൊക്കെ നല്ല സാധനം വേണം. കുട്ടികളില്ലെങ്കിൽ അറിയാം. സൈനപ്പ പിടിച്ചിട്ട് ഓള് പറഞ്ഞ എന്താ പറയാ, നമ്മളാ 3-ാമത്തെ റൂമില്ലേ, ബെഡ്റൂം, അതിനൊരു 3 അടി ഇങ്ങടും 4 അടി അങ്ങടും കൂട്ടിയിരിക്കണം. അത് ഈ പൈസയിലൊക്കെ നടക്കും. പ്രശ്നമൊന്നുമില്ല. അതങ്ങനെ നടത്തിക്കളച്ച് അതൊന്നും നമ്മള് പറയും. അല്ല ഇതിപ്പോ സൈനബ പറഞ്ഞോണ്ട് മാത്രം പറഞ്ഞാണ്. ഇപ്പൊ ഇനി വേറെ ഒന്നുമില്ല. അപ്പൊ അതങ്ങനെ
ഇവിടെ വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാണ്ട്. പൈസ തന്നെ അതിനേക്കാ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ട്. നമ്മളിപ്പോ ആ റൂം ഇങ്ങനെ നീട്ടിയില് കുറച്ച് അതിന്റെ സൈഡിൽ പൈസ വേണ്ട, അതിന് പൈസ നമ്മള് ഇല്ല, അതിന്റെ സൈഡിലൊരു കക്കൂസ് വേണം. പുറത്തുനിന്ന് ആൾക്കാർ വരില്ലേ, അപ്പൊ അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പൊ അവർക്ക് ഉപയോഗിക്കാൻ പുറത്തേക്ക് വാതിലൊക്കെ വെച്ചിട്ടുള്ള ഒരു കക്കൂസ്. അത് നമ്മളിങ്ങനെ കൂട്ടിയെടുക്കണ എന്റെ സൈഡിൽ തന്നെ ഒരു കുളിമുറി, ഒരു കക്കൂസ്. ആദ്യം എടുക്കണമെങ്കിൽ 3-4 ഉറുപ്പോഴും വരും. നിങ്ങൾ എന്ത് ഈ പറയുന്നത്? ഒരു കാര്യം 50 കൊടുത്തരാം, 50 വെച്ചാണ് പൈസയൊക്കെ തരാം. കൂടുതലൊന്നും തരില്ല. അല്ല കുടിക്ക് പോലെ കുടിക്ക് പോ. രാജരെ ഞാൻ വെറുതെ കുടിയിൽ പോയിരുന്നു. അപ്പൊ താത്താറും ഇവിടെ ഉണ്ട് കാരണം അത് ചാല പ്ലംബിംഗ് ആണേ. അതിന്റെ സന്തോഷം ചെയ്യാതെ ചെയ്യണതേ, ഇന്റെ സന്തോഷത്തിന്. ഈ ഓട് കൊണ്ട് മതിയാവോ? ഓടൊക്കെ ഇനി എത്ര നിങ്ങൾക്ക് പോകണമെങ്കിൽ ബാക്കിയാവുന്ന്. ബാക്കിയാവും. ഞാൻ എപ്പോഴും എല്ലായിടത്തും കൂടുതൽ ഒന്നേക്കല്, കൂടുതല് കമ്മി എത്തില്ല. ഇപ്പൊ ഒരു ബൾബിന് 2 ബൾബ് കിട്ടിയില്ല. പിന്നെന്താ ബൾബൊക്കെ ആയിക്കോട്ടെ, നിങ്ങൾ കയറ്റിയ ബൾബൊന്നും അല്ല, ഞാൻ നല്ല പവറുള്ള ബൾബാണ്. ഞങ്ങള് പൈസ പോകുമ്പോ ഒരു നന്ദി ഉണ്ടാവും. കേട്ടായി. പക്ഷെ പൈസ ഇട്ടില്ല. നിങ്ങൾ ഇന്നലെ തരാറുന്നു, മിന്നാൻ തരാറുന്നു, ഒരാഴ്ച കഴിഞ്ഞു. എന്ത് പറഞ്ഞത്? ഒരു 8 ലക്ഷം അത് വിഷയാക്കണ്ടാന്ന്. ഇങ്ങളെ പണി ഫുള്ള് ഫിനിഷിനെ പോവുള്ളൂ, ഒരു ഒട്ടും അധികം വാങ്ങൂല പോരെ. ഇപ്പൊ നിങ്ങൾ ഇന്നലെ പറഞ്ഞ് നീട്ടിയെടുക്കാൻ പറഞ്ഞു, ഞാൻ പൈസ വാങ്ങിയോ? കാക്കൂസ് എടുക്കാൻ പറഞ്ഞു നീട്ടി വാങ്ങിയോ? എങ്ങനെ പണി എന്ത് നോക്കില്ലേ? പണിയുണ്ട് അവിടെ നോക്കി, ചൊർക്കില്ലേ, വരല്ലേ? ഇങ്ങനത്തെയാണ് എല്ലാ കാര്യവും. സംസാരവും വാദന തന്നെയാണ്, ഇതിന്റെ പ്രവൃത്തി ഉറപ്പിൽ തന്നെയാണ് പോരെ. അങ്ങനെ പൈസ ഒന്നും തിരിഞ്ഞു ഞാൻ ചീപ്പായിരുന്നു. ഭാഗ്യപണിക്കായിനുള്ള പണി നടന്നിട്ടില്ലാതെ നമുക്ക് തോന്നുന്നു. ഓപ്പ വിളിക്കും ചെയ്തു ഓരോട് നമ്മള് പറഞ്ഞാ നമ്മള് നാളെ മോന്തിയമ്മ തരാട്ടോ. എന്താ നിങ്ങള് പാചകം നീ പറഞ്ഞത്? ഓപ്പങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞ ഓനയച്ചാലേ നമുക്ക് പൈസ തരാൻ പറ്റൂ. നമ്മുടെ കായ് വേണ്ടേ? നിങ്ങൾ എന്ത് പറഞ്ഞു അന്ന് പറഞ്ഞ കായ് അങ്ങനെ ആണെങ്കിൽ തരാണോ ചങ്ങായി? ഈ ബെൽറ്റ് അമ്മ പോരെ. ഞാൻ നിങ്ങളെ ഉറപ്പിലാണ് പോണില്ലൊക്കെ. കായ് പറഞ്ഞിട്ട് മാത്രം പണിയേറ്റില്ലേ? ഒന്നോള് വന്നില്ല ക്ലാസ്സിൽ? അവള് കണക്കാ കൂടുതൽ മാർക്ക് കിട്ടാൻ. നമ്മളെ അന്നെ മാത്രമല്ല വേറെ കുറെ ആൾക്കാരെ മറന്നു. പണിയെടുക്കുമ്പോ വലിയ വലിയ വർത്താനം അങ്ങനെ ഇങ്ങനെ പറഞ്ഞു. അത് പൊതുവെ എല്ലാ സ്വഭാവമാണത്. പെരപ്പണി കഴിഞ്ഞ പിന്നെ കൊണ്ടിട്ടുമ്പോ ആവശ്യമില്ല. എന്തൊക്കെ ചങ്ങായി ഇവിടെ കാട്ടിക്കൊണ്ടിരിക്കുന്നത്? ഒരു തുറ്റങ്ങൾ ഇട്ടാ കുടിയിലത്തെ മുയിമൻ ലയിക്കുന്നത് അത് ഓഫറാ? അതല്ലേ പറഞ്ഞത്. നിങ്ങൾക്ക് നല്ല നല്ല ഓഫർ ഞാൻ തന്നുകൊടുന്നു. ഇന്റെ പണി അങ്ങനെ. ഇനി വേറൊരു ഓഫർ കൂടെ ചേർന്നുണ്ട്. ആ കക്കൂസിന്റെ ഉള്ളിലേ വെള്ളം അങ്ങനെ പോവാതെ ജാമായി കിടക്കുന്നു, പിരിഞ്ഞോണ്ടിരിക്കാണ്. അത് ഓഫർ തന്നെയാണോ? അത് നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യും. ഒരു പ്ലംബിംഗ് നിങ്ങൾ എവിടെ ഉണ്ടോ? ഈ റോഡ് ഇറങ്ങി കിട്ടുന്ന നല്ല പണിക്കാർ ആ പോകുമ്പോ പറഞ്ഞാൽ ആ പ്ലംബിംഗ് പണിപ്പിച്ചാൽ മതി. ഓരോ നേരത്തിലും ഒരു 10,000-2000 കൊടുത്താ 10,000 നേരത്തിലും. അതൊക്കെ വലിയ വലിയ കേസാണോ? പ്ലംബിങ്ങിൽ വെച്ച് ചെറിയ പാഴ്ചകളാണത്. ഈ വലിയ വലിയ കോൺട്രാക്ടർമാർക്കൊന്നും എത്തിപ്പോരതേ. അതിന്റെ കണ്ണെത്താണ്ടാണ് അതൊക്കെ. ഇരുന്നോട്ടെ ആചാര്യ, നമ്മളൊരു ഓഫറല്ലേ? ചെലവാകല്ലേ? ഓപ്പ ഗൾഫിന്നേ 4-5 പ്രാവശ്യം വിളിക്കണു. ഓനവിടെ അറബിയുടെ ഡ്രൈവറാ, അല്ലാണ്ട് നോട്ടടിക്കുന്ന പണിയൊന്നല്ല ഓനവിടെ. ആ കായ് എടുത്തിട്ടാണ് അനക്കിങ്ങനെ നമ്മള് ഇങ്ങനെ മൊരിക്കാൻ ഇങ്ങനെ എണ്ണി തന്നായിരുന്നു. മനസ്സിലായ അനക്ക്? എന്നിട്ട് ഇവിടെ ഓഫറോട് ഓഫർ. ഒരു ബൾബ് ഇട്ടാ ഫുള്ള് കത്താൻ മതി. പണി എത്ര ലാഭങ്ങൾക്ക്? ഒരു ബൾബ് ഇട്ടാ പോരെ, സ്വിച്ച് ഇട്ടാ പോരെ, മിനിമം കത്തൂല നിങ്ങക്ക്. ഈ ഓഫറുകളൊക്കെ പുറമെ വേറെ ഓഫർ കണ്ടക്കണേ. ആ ഇതിൽ എന്താ സൺലൈറ്റ് എന്തായാലും പറയാ ലിൻഡില അതിന്റെ മുകളില്
ഇങ്ങോട്ട് വിണ്ടിട്ടാ കിടക്കണം. പാരപ്പറ്റ് ആ അതന്നെ, അവിടെ അങ്ങനെ വിണ്ടിട്ടാ കിടക്കണത്. അത് ഓഫർ തന്നെയാണോ? അതെ, സിമെന്റ് കമ്മിയാ. ഏത് സിമെന്റിന്റെ കൂട്ടിയിട്ട് തേച്ചാല് ഉറപ്പാണ്. അല്ലാതെ ഇപ്പൊ നിങ്ങൾ പൊക്കപ്പാടം കിട്ടും അതിനുള്ള കാലം ഉണ്ടല്ലോ. നിങ്ങളെ കാര്യം നല്ലോണം സിമെന്റ് ഇട്ട് തേച്ചാൽ ഇത്ര പൊടിയില്ല. അല്ല മോനെ, ഞമ്മളൊന്ന് ചോദിച്ചോട്ടെ, ഇനി നമ്മൾ ഇവിടെ കാണാത്ത എന്തൊക്കെ ഓഫറുകളാ ബാക്കി ഒന്ന് പറഞ്ഞേക്കെങ്കിൽ. അതെ, ഒരു 30,000 റുപ്യ ബാലൻസ് ഉണ്ട്. നിങ്ങൾ വേറെ ആള് തരണോ? എനിക്ക് പണി വളരെ നഷ്ടമാവുന്നത്. പറഞ്ഞ പൈസ എന്റെ മോനാട്ടൊന്നല്ല എന്താ ധരിച്ചു? പൈസ എന്താ എന്റെ വിചാരം? 30,000 റുപ്യ തരണം. അതൊന്നും ഇനി കിട്ടൂല. അപ്പൊ ഇതാണ് എല്ലാരും പതിവ്. എന്ത് അന്റെ ഓഫറോട് ഇപ്പൊ ഏതൊക്കെ ഓഫർ ഒന്ന് കാണട്ടെ. ഞാൻ എന്നാ ശരിക്ക് വേണമെന്ന പൈസ ഒരു വീടും പണിതിട്ട് കായില്ലാത്തവർത്തില് ആരും പോയേക്കണേ എല്ലായിടത്തിലും ഓടിച്ചിട്ട് കുട്ടികളെ കരുത്തിൽ മണലിൽ കണ്ടത്തെ ചൂട് പേര് കൊണ്ടിട്ട് ഉണ്ടാക്കാൻ കായ ഈ ഞാറാൻ പറഞ്ഞപ്പോൾ